ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ പക്കവടയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പിൽ താഴെയായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിൽ ഒരു ഇൻഗ്രീഡിയൻസ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിലുള്ള ഈ മുട്ടയുടെ ആ വെള്ളവും പിന്നെ അതേപോലെ തന്നെ സവാളയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം കൂടെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുണ്ടാക്കി വരുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവും. അപ്പോൾ ഇത്ര വേണ്ട, ഒരു 2-3 ആൾക്കൊക്കെ ഉള്ളതാണെങ്കിൽ ഇത്ര അധികം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പൊടി അധികമായാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറയും. ഇതിൽ പൊടി അധികമില്ലാതെ ചെറുതായിട്ട് കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആണ് വേണ്ടത്. അപ്പോഴാണ് ഈ പക്കവടക്ക് നല്ല ക്രിസ്പിനെസ്സൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 5 മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ അങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ചധികം ചിക്കൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കൂടുതൽ ചേർക്കുമ്പോഴാണ് ഈ പൊക്കവടക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അതേപോലെ തന്നെ ആ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇനി ഒരു ഭാഗം ആയി വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് 2 ഭാഗവും കളറ് മാറി വന്നാൽ ഇത് ചട്ടിയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കവട ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം, ഇൻഷാ അല്ലാഹ്.